നമസ്കാരം. 2M ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2Mൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഇന്ന് നമ്മൾ ഗൂഗിൾ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ സീരീസ് 1 ഇന്ന് നമ്മൾ ജിമെയിൽ കോൺഫിഗറേഷൻ എന്താണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് സെറ്റിങ്സിന് താഴ്ത്ത് വരുമ്പോൾ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിൽ നമുക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് കാട്ടുന്നത്. ഓരോ ഫോണിൽ ഓരോ വരെയാണ് അക്കൗണ്ട്സ് കാട്ടും. യൂസർ ആൻഡ് അക്കൗണ്ട്സും ഇന്നുണ്ടാവും. ഇതൊക്കെ ഓരോ ഡിഫറെൻറ്റ് ഫോണുകളുള്ളൂ. ഇതിൻ്റെ സാംസങ്ങിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട്സ് എന്നുള്ളത് അങ്ങനെ കാണും. യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട്സിനെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഓരോ നമ്മളിത് അതിൽ നമ്മൾ നെറ്റോടെ പോയിട്ട് ആഡ് അക്കൗണ്ട്സ് എല്ലാവരും കാണും. ആഡ് അക്കൗണ്ട്സ് എടുത്ത ശേഷം പിന്നെ വരുന്നതിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഓർക്കണം, ആദ്യം ആഡ് അക്കൗണ്ടാണ്. അതിന് മുമ്പ് ഗൂഗിൾ കാട്ടുന്നുണ്ട്, അതെടുക്കരുത്. ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം പിന്നെ വരുന്ന ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യണം. നമുക്ക് മൊബൈലിൽ ഇപ്പോൾ ലോക്കഡാണ്, അതായത് പാസ്വേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കുമ്പോൾ പിന്നെ അതിൽ ആദ്യം തരിക. അപ്പോൾ പിന്നെ അടിച്ചിട്ട് വേണം അത് കയറാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ ലോക്കൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഡാറ്റ വന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ, അതായത് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് പാസ്വേഡൊക്കെ അടിച്ച് ഓപ്പൺ ആയി പോകും. നമുക്കിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിന് താഴെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ പറയാം. അതായത് ഫോർ മൈ പേഴ്സണൽ യൂസും ഫോർ വർക്ക് ഫോർ മൈ ബിസിനസ് യൂസും. അപ്പോൾ നമുക്ക് ഇത് ബിസിനസ് യൂസിന് വേണ്ടി ഓപ്പൺ ചെയ്യാം, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാം. ബിസിനസ് യൂസിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഓഫീസ് ഇങ്ങനെ എത്ര ഇതിൽ കാണാതെ നമ്മുടെ ഫസ്റ്റ് പേര് കൊടുക്കാം, എൻ്റെ കമ്പനിയുടെ പേര് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ 2M തന്നെ കൊടുക്കാം. 2M ഇൻഫോ സൊല്യൂഷൻ. നെക്സ്റ്റ് കൊടുക്കാം. അത് നമ്മുടെ ഡേറ്റ് ബർത്ത്, അത് ജെൻഡർ, അതെല്ലാം ചോദിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇമെയിൽ ഐ ഡി നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇമെയിൽ ഐ ഡി സെർച്ച് ചെയ്ത് അത് ഓക്കെ കൊടുത്ത് എൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഇതേ ഫോർമാറ്റിനാണ് നമ്മുടെ പേഴ്സണൽ യൂസ്. ഓക്കെ, അത് കാണിച്ചു തരാം. പേഴ്സണൽ യൂസ് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് വരും, പിന്നെ ജെൻഡർ കൊടുക്കേണ്ടത് വരും. അതിന് ക്ലിക്ക് ചെയ്താൽ മെയിൽ ഐ ഡി കൊടുക്കേണ്ടത്. നമ്മൾ മെയിൽ ഐ ഡി, പുതിയ മെയിൽ ഐ ഡി നമ്മൾ ഓരോ സെലക്ട് ചെയ്യാം. ഏത് മെയിൽ ഐ ഡി വേണ്ടിയിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഇതുവരെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് വരും. അതല്ല ഓൾറെഡി അത് അവൈലബിൾ ആണെങ്കിൽ പിന്നെയും നമ്മൾ ഏതാ വെച്ച് കഴിഞ്ഞാൽ മാറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിമെയിൽ ഓപ്പൺ ആയിട്ട് വരും. ജിമെയിൽ ഇങ്ങനെ ഓപ്പൺ വരുന്നത് കാണിച്ചു തരാം. നമ്മുടെ ജിമെയിൽ വന്നു ഇവിടെ ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്, അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്.
നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. TM ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.